ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നിൽ കെ.സി. വേണുഗോപാൽ ആണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായാണ് കെ.സി. വേണുഗോപാൽ മത്സരിച്ചിരുന്നത്. അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങൾ അന്നേ തലപൊക്കിയിരുന്നു. രാജ്യസഭാ സീറ്റിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന് CPM ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ രാജിവെച്ച് രാജ്യസഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വൻപിച്ച ജയമാണ്. കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. എതിരില്ലാതെയായിരുന്നു രാജസ്ഥാനിൽ നിന്നും ബി.ജെ.പിയുടെ ജയം. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ കെ.സി. വേണുഗോപാലിന്റെ കാലാവധി 2026 ജൂൺ 21 വരെയായിരുന്നു. ബി.ജെ.പി സംസ്ഥാനത്ത് ഭരണം പിടിച്ചിട്ടും രാജ്യസഭാ സീറ്റ് രാജിവെച്ചാലുണ്ടാകുന്ന ഒഴിവിലേക്ക് കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ വിമർശനം ശക്തമായിരുന്നു. രാജ്യസഭയിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന ബി.ജെ.പിക്ക് അനാവശ്യമായി ഒരു സീറ്റ് നൽകുന്നുവെന്ന വിമർശനമടക്കം ഉയർന്നിരുന്നുവെങ്കിലും കെ.സി. രാജിവെച്ച സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമെന്ന മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നേതൃത്വം മുന്നോട്ട് പോയത്. നിലവിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 2 വർഷം കാലാവധി ബാക്കി നിൽക്കെ കെ.സി. വേണുഗോപാൽ കളഞ്ഞ രാജ്യസഭാ സീറ്റിൽ വിജയിച്ചത് ബി.ജെ.പി തന്നെയാണ്. കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നും വിജയിക്കുകയും ചെയ്തു. എതിരില്ലാതെയാണ് ബി.ജെ.പി അംഗത്തിന്റെ ഈ വിജയം സംഭവിച്ചത്. കെ.സി. ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ന്യായീകരിച്ച കോൺഗ്രസ് പേരിന് പോലും രാജസ്ഥാനിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. 12 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. തെലങ്കാനയിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മോദി അധികാരത്തിലേറിയ ശേഷം രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടി ബി.ജെ.പി നേതൃത്വത്തിലുള്ള NDA എത്തുന്നത് ആദ്യമായിട്ടാണ്. 12 അംഗങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപരിസഭയിൽ ഭരണമുന്നണി ഭൂരിപക്ഷം മറികടന്നത്. രാജ്യസഭയിൽ ആകെ 245 സീറ്റുകളാണുള്ളത്. എന്നാൽ നിലവിൽ 8 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് 4 സീറ്റുകളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 സീറ്റുകളുമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അതിനാൽ തന്നെ നിലവിലെ അംഗബലം 237 ആണ്. ഇത് പ്രകാരം രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 119 സീറ്റുകളാണ്. നിലവിൽ NDAക്ക് 121 സീറ്റാവുകയും ചെയ്തു. ഇതോടെ സുപ്രധാനമായ നീക്കങ്ങൾ നടത്താനുള്ള പിന്തുണ NDAക്ക് ഉറപ്പിക്കാനായി. ബി.ജെ.പിയുടെ 9 അംഗങ്ങളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗബലം 96 ഉയർന്നു. അജിത് പവാറിന്റെ NCPയിലെയും രാഷ്ട്രീയ ലോക് മഞ്ചിലെയും ഓരോ അംഗങ്ങളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 6 നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ NDAക്ക് ലഭിക്കുകയും ചെയ്തു. ബി.ജെ.പി കൂടാതെ JDയിൽ നിന്ന് 4ഉം NCPയിൽ നിന്ന് 3ഉം ഓരോ സീറ്റുകളുള്ള SHS, PMK, AGP, UPPL, TMCM, NPP, RPIA, RLM, RLD, JDS എന്നിവരുമാണ് NDAയിലെ മറ്റ് കക്ഷികൾ. രാജസ്ഥാനിൽ നിന്ന് രവനീത് സിംഗ് ബിട്ടു, ബീഹാറിൽ നിന്ന് മനൻകുമാർ മിശ്ര, ഹരിയാനയിൽ നിന്ന് കിരൺ ചൗധരി, മധ്യപ്രദേശിൽ നിന്ന് ജോർജ് കുര്യൻ, മഹാരാഷ്ട്രയിൽ നിന്ന് ദിവ്യാശീൽ പാട്ടീൽ, ത്രിപുരയിൽ നിന്ന് രാജീവ് ഭട്ടാചാരി, ഒഡീഷയിൽ നിന്ന് മമത മഹന്ത, മിഷൻ രഞ്ജൻ ദാസ്, രാമേശ്വരം എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നു. തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസിന്റെ മനു അഭിഷേക് സിംഗ്വി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. NCP അജിത് പവാർ വിഭാഗത്തിലെ നിതിൻ പട്ടേൽ മഹാരാഷ്ട്രയിൽ നിന്നും RLMന്റെ ഉപേന്ദ്ര കുശ്യാഹ ബീഹാറിൽ നിന്നും ഉപരിസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുത്തതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ എണ്ണം 85 ആവുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി NDAക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. എങ്കിലും വിവാദ ബില്ലുകൾ പാസാക്കാൻ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, YSR ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ സഹായത്തോടെ പാസാക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ ഇരു പാർട്ടികൾക്കും അവരവരുടെ സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടമായിരിക്കുകയാണ്. ഒഡീഷയിൽ ബി.ജെ.പി മൂലമാണ് BJD തോറ്റിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാകട്ടെ ബി.ജെ.പി ഉൾപ്പെട്ട സഖ്യത്തോടെയാണ് YSR കോൺഗ്രസ് തോറ്റതും. അതിനാൽ തന്നെ ഭാവിയിൽ സഭയിൽ അവരുടെ പിന്തുണ കണക്കാക്കാനുമാകില്ല.